ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയർ ചെയ്യേണ്ട പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഫെബ്രുവരി 24 സ്റ്റോക്കാണ് പറയുന്നത്. നാളെ വീക്കെൻഡ് പ്ലസ് മന്ത് എൻഡ് ആണ്. ഓക്കെ, അപ്പോൾ നല്ല രീതിക്ക് വൊളാറ്റിലിറ്റിക്ക് ചാൻസ് ഉണ്ട്. ഇന്ന് തന്നെ കണ്ടു, നല്ല വൊളാറ്റൈലായിരുന്നു മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഫോൾ ആയതുകൊണ്ട് ഒരു ദിവസം ഹോൾഡ് ചെയ്യാനോ അല്ലെങ്കിൽ ബുള്ളിഷ് ക്യാൻഡിൽ തരാനോ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു സൈഡിൽ ഒരു ഇൻസൈഡ് ക്യാൻഡിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, നാളെ ഈ ഇൻസൈഡ് ബാർ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫോൾ എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഓപ്ഷൻ ചെയിൻ നോക്കുമ്പോൾ 14,500 എന്നുള്ള ലെവല് നല്ല രീതിയിലൊരു സപ്പോർട്ട് സോണാണ്. അപ്പോൾ നാളെ 14,500 എന്നുള്ളത് നല്ലൊരു ക്രൂഷ്യൽ ലെവലാവാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും ആ ലെവലിലേക്ക് എത്താൻ ചാൻസ് ഇല്ല. അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു മൊമെൻറ്റം കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു റീജിയണിലേക്ക് താഴെ മാത്രം, അതായത് 14,640 റേഞ്ചുകളിൽ നിന്ന് താഴത്തേക്ക് വന്നാൽ നല്ലൊരു മൊമെൻറ്റത്തിന് ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ ഒരു സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്യണം, എന്നാലും നമുക്ക് നല്ലൊരു മൊമെൻറ്റം കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ലെവൽ വരെയൊക്കെ എന്തായാലും എത്താം. ഇതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഈ ലെവൽ വരെയൊക്കെ എത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ നാളെ മിക്കവാറും ഒരു കൺസോളിഡേഷനാണ് ചാൻസ് എന്ന് തോന്നുന്നു. അപ്പോൾ നാളെ മാർക്കറ്റിനനുസരിച്ച് നിങ്ങൾ ട്രേഡ്സ് എടുക്കുക. അത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റി നമ്മൾ ഇന്നലെ കറക്റ്റായിട്ട് പറഞ്ഞു 35,000 നല്ലൊരു സപ്പോർട്ട് എടുക്കാൻ ചാൻസ് ഉണ്ടെന്ന്. കണ്ടോ, 38,000 നല്ല രീതിയിലൊരു സപ്പോർട്ടായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കാരണം ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ അതിന് പറ്റുന്നില്ല. ഒരുപാട് പ്രാവശ്യം ഈ ഒരു റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നല്ല റിജക്ഷനാണ് വരുന്നത്. ഓക്കെ, ഇനി ഒരു പക്ഷേ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഫോൾ എക്സ്പെക്റ്റ് ചെയ്യാം. ഈ ഒരു ലെവലിലേക്ക് എന്തായാലും ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. ഓക്കെ, നാളെ ഈ ഒരു ലെവലും നല്ലൊരു ക്രൂഷ്യൽ ലെവലായിരിക്കും. ഓക്കെ, ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ ആണോ എങ്കിൽ അതനുസരിച്ചും ട്രേഡ് എടുക്കാം. ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിന് ചാൻസ് ഉണ്ട്, നല്ലൊരു ഫോൾ തരാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു റീജിയൻ നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇനി ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ എന്ത് ചെയ്യും, വീണ്ടും ഈ ഒരു റീജിയനിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ വീണ്ടും നല്ലൊരു ഫോളിനും ചാൻസ് ഉണ്ട്. ഈ ഒരു രീതിയിലാണെങ്കിൽ നോർമലി ചിലപ്പോൾ ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റോ, ഈ ഒരു റീജിയനിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ചാനലിലോ കടന്നു പോകാം. അതിനുശേഷം ഈ ഒരു റീജിയൻ ബ്രേക്കൗട്ട് തരികയാണെങ്കിൽ, ഈ ഒരു റീജിയൻ ബ്രേക്കൗട്ട് നല്ലൊരു ഫോളിന് ചാൻസ് ഉണ്ട്. ഇനി അഥവാ ഈ ഒരു റീജിയനാണ് ബ്രേക്കൗട്ട് തരുന്നത് വെച്ചാൽ നമുക്കൊരു അപ്വേർഡ് മൂവ്മെൻറ്റും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിൻ്റെ ലെവൽസ്. നമ്മുടെ സ്റ്റോക്കുകളെ കുറിച്ച് പറയാം. ഫസ്റ്റ് തന്നെ ഹിന്ദു യൂണിലിവർ ആണ്. ഹിന്ദു യൂണിലിവർ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല ഒരു ഫോളിലാണ്. ഓക്കെ, ഡൗൺ ട്രെൻഡിലാണ്. ഈ ഒരു റീജിയൻ ഇതിൻ്റെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് റീജിയൻ ആണ്. ഓക്കെ, ഇങ്ങോട്ട് കയറി വീണ്ടും ഈ ഒരു റീജിയനിൽ എത്തിയതിന് ശേഷം ഒരു റിജക്ഷനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഇൻസൈഡ് ക്യാൻഡിൽ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ ഈ ഒരു ലെവലൊക്കെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഫോൾ എക്സ്പെക്റ്റ് ചെയ്യാം. ഈ ഒരു ലെവൽ വരെ വരുന്നു. കാരണം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഈ ഒരു ലെവൽ വരെയെങ്കിലും ഫോൾ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. SBI തന്നെ 3 ദിവസമായിട്ട് നല്ല ബിയറിഷ് ക്യാൻഡിൽസാണ് തരുന്നത്. ഇവിടെ ഒരു ദിവസം ഹോൾഡ് ചെയ്തു, അതായത് നല്ലൊരു ക്യാൻഡിൽ, ചെറിയൊരു ഹോൾഡിംഗ് ഓർ റീട്രേസ്മെൻറ്റ്, അതിനുശേഷം വീണ്ടും താഴത്തേക്ക് വരുന്ന ഒരു പ്രവണതയാണ് ഡൗൺ ട്രെൻഡിലേക്ക് വരുമ്പോൾ വരിക. ഇവിടെ നല്ലൊരു ഹ്യൂജ് ഗ്യാപ്പും ഉണ്ട്. ഇനി അഥവാ ഈ ഒരു ലെവൽ നാളെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 385 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു ഫോൾ എക്സ്പെക്റ്റ് ചെയ്യാം. ഇത് LIC ഹൗസിംഗ് ഫിനാൻസ് ആണ്. ഇങ്ങനെ ട്രെൻഡ് ലൈൻ കടന്നു പോകുന്നുണ്ട്. ഇതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാനൽ പോലെ തന്നെയാണ്. ഓക്കെ, ഇനി ഒരു റീജിയൻ ഒരു സപ്പോർട്ടാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാണ് ഒരു അപ്വാർഡ് മൂവ്മെൻറ്റത്തിന് ചാൻസ് ഉണ്ട്. ഓക്കെ, 2 ദിവസമായിട്ട് നല്ല ബിയറിഷ് ക്യാൻഡിൽസ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഇതൊരു ഹോൾഡ് ചെയ്തതായിട്ട് നമുക്ക് കണക്കാക്കാം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരുന്നു, ചെറിയ റീട്രേസ്മെൻറ്റ്, വീണ്ടും നല്ലൊരു ഫോൾ. അപ്പോൾ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യാതാണ്. അപ്പോൾ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ വരെയൊക്കെ ഒരു ഫോൾ എക്സ്പെക്റ്റ് ചെയ്യാം. അതിനുശേഷം ഇതിനെയും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫോൾ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു റീജിയനിലേക്കൊക്കെ എത്താൻ ചാൻസ് ഉണ്ട്. ഇത് ഇൻട്രാഡേ തന്നെ വരണമെന്നില്ല. അടുത്തത് UPL ആണ്. UPL ഈ ഒരു റീജിയൻ നല്ലൊരു സപ്പോർട്ട് റീജിയനാണ്. ഓക്കെ, മുകളിലേക്ക് പോകുന്നു, വീണ്ടും ഹിറ്റ് ചെയ്യുന്നു, വീണ്ടും മുകളിലേക്ക് പോകുന്നു. ഇവിടെ ഭയങ്കരമായിട്ട് കൺസോൾട്ടേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നല്ലൊരു അപ്വേർഡ് മൂവ്മെൻറ്റ് തന്നു, വീണ്ടും വന്നു, ഇവിടെ സപ്പോർട്ട് എടുത്തു, ഇതിനെ ബ്രേക്ക് ചെയ്യാൻ നോക്കി. പക്ഷേ അതിന് താഴത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല, വീണ്ടും മുകളിലേക്ക് തന്നെ പോയി.
അപ്പോൾ ഈ ഒരു റീജിയനൊക്കെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു അപ്വേർഡ് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. അടുത്ത HCL Tech ആണ്. HCL Tech ഈ ഒരു സപ്പോർട്ട് സോണിലാണ്. ഓക്കെ, ഈ ഒരു സപ്പോർട്ട് സോണിലാണുള്ളത്. അപ്പോൾ നാളെ ഇതിൻ്റെ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫോളിന് ചാൻസ് ഉണ്ട്. ഇതും അങ്ങനെ തന്നെ നല്ലൊരു മൂവ്മെൻറ്റ് വന്നു, ഒരു റിട്രേസ്മെൻറ്റ് വീണ്ടും വരുന്നു. അപ്പോൾ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഫോൾ എക്സ്പെക്റ്റ് ചെയ്യാം. അടുത്തൊരു സപ്പോർട്ട് സോണൊക്കെ വരുന്നത് ഈ ഒരു റീജിയൻ 880 റീജിയനൊക്കെയാണ്. ഈ റീജിയനിൽ വരെയൊക്കെ വരാനും ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ ലെവൽസ് പറയാം. ഫസ്റ്റ് തന്നെ ഹിന്ദുസ്ഥാൻ യൂണിലീവർ ആണ്. ഹിന്ദുസ്ഥാൻ യൂണിലീവറിൻ്റെ 2200 എന്നുള്ള ലെവലിന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു അപ്വേർഡ് മൂവ്മെൻറ്റത്തിന് ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു ലോ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഫോളിന് ചാൻസ് ഉണ്ട്. അത് നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പോയിൻ്റ് ആണ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. സപ്പോർട്ട് എടുക്കുന്നുണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. കണ്ട് ഈ ഒരു റീജിയനിൽ ഒക്കെ കണ്ട് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ലെവൽ 2170 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഫോൾ എക്സ്പെക്ട് ചെയ്യാം. ഒരു ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഈ ഒരു ലെവൽ 2165 ലെവൽ വരെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഒരു ഫോൾ വരികയാണെങ്കിൽ 2165 വരെയൊക്കെ എന്തായാലും വരും. ഓക്കെ, അതിനും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെയും ബ്രേക്ക് ചെയ്യാൻ നല്ല രീതിയിലൊരു മൊമെൻറ്റം കിട്ടും. ഈ റിസ്ക് എടുക്കാൻ തയ്യാറില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഫോൾ ആയിരിക്കും കിട്ടുക. ഓക്കെ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 385 എന്നുള്ള ലെവലിന് താഴത്തേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 401 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. ഓക്കെ, LIC ഹൗസിംഗ് ഫിനാൻസ് ആണ്. ഈ റീജിയൻ 437 റീജിയന് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 424 രൂപയ്ക്ക് താഴേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. HCL Tech ആണ്. ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. ആ ട്രെൻഡ് ലൈനിന് ബ്രേക്ക് ഔട്ട് തന്നിട്ടാണ് ഈ ഒരു ഫോർമേഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ നാളെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 900 വരെ ഒരു ഫോൾ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാം. അതിനെയും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഡൗൺവേർഡ് മൂവ്മെൻറ്റ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇങ്ങനെയൊരു ട്രെൻഡ് ലൈനും ഉണ്ട്. അടുത്തത് UPL ആണ്. UPL 570 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 547 രൂപയ്ക്ക് താഴേക്ക് ഒരു ബിയറിഷ്നെസ്സിനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ലെവൽസ് എല്ലാം എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്ട്രാറ്റജി കൂടി പരിഗണിച്ച് മാത്രം ട്രേഡ് എടുക്കുക. നിങ്ങളുടേതായ സ്ട്രാറ്റജി കൂടി പരിഗണിച്ച് മാത്രം ട്രേഡ്സ് എടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിലും ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ സ്വിംഗ് പിക്സോ അല്ലെങ്കിൽ ബാക്കിയുള്ള അപ്ഡേറ്റ്സൊക്കെ നമ്മളതിലും ഇടാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ലാഭകരമായ ഒരു ദിവസം നേർന്നുകൊണ്ട് ഇവിടെ പറയുകയാണ് നിങ്ങളുടെ സ്വന്തം അരുൺ ജി.